ഹലോ, എൻ്റെ പേര് മിഥുൻ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക്. ഇപ്പൊ ഷീറ്റ് മെറ്റൽ എന്താണ് ഷീറ്റ് മെറ്റൽ? ഷീറ്റ് മെറ്റൽ ഇസ് എ പീസ് ഓഫ് മെറ്റൽ ഹൂസ് തിക്നെസ് ഈസ് ബിറ്റ്വീൻ 0.15 mm and 6.35 mm. Anything thinner is referred to as a foil and thicker is considered as a plate. ഷീറ്റ് മെറ്റൽ എന്ന് പറയുമ്പം അതിന്റെ തിക്നെസ്, ഒരു ഷീറ്റിന്റെ തിക്നെസ് 0.15 to 0.15 mm ടു 6.35 mm തിക്നെസ് ഉള്ള ഷീറ്റ്സിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് വിളിക്കുന്നത്. പീസ് ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് വിളിക്കുന്നത്. ഈ എനിത്തിങ് തിന്നർ ഈസ് റെഫേർഡ് ടു ആസ് ഫോയിൽ. 0.15 താഴെയുള്ള പീസ് ഓഫ് മെറ്റൽസിനെ നമ്മൾ ഫോയിൽസ് എന്നാണ് വിളിക്കുന്നത്. ഫോയിൽ, FOILS. ആൻഡ് തിക്കർ 6.35 mm തിക്നെസ്സിൽ മുകളിലുള്ള പീസ് ഓഫ് മെറ്റൽസിനെ നമ്മൾ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്ലേറ്റ്. അപ്പൊ ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് മെറ്റൽ ആണ്. പീസ് ഓഫ് മെറ്റൽ ആണ്. അതിന്റെ തിക്നെസ് ഇൻ ബിറ്റ്വീൻ 0.15 mm and 6.35 mm. 0.15 mm 6.35 mm ഇടയിൽ തിക്നെസ് ഉള്ള പീസ് ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 0.15 mm താഴെയുള്ള പീസ് ഓഫ് മെറ്റൽസിനെ നമ്മൾ ഫോയിൽസ് എന്നാണ് വിളിക്കുന്നത്. ഫോയിൽ, FOIL, ഫോയിൽ. ആൻഡ് 6.35 mm തിക്നെസ്സിൽ മുകളിലുള്ള പീസ് ഓഫ് മെറ്റൽസിനെ നമ്മൾ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഷീറ്റ് തിക്നെസ് ഈസ് ജനറലി മെഷേർഡ് ഇൻ ഗേജസ്. ഗ്രേറ്റർ ദ നമ്പർ, തിന്നർ ദ ഷീറ്റ് ഓഫ് ദ മെറ്റൽ. നമ്മൾ ഷീറ്റിന്റെ തിക്നെസ് ഗേജസിലാണ് മെഷർ ചെയ്യുന്നത്. ഷീറ്റിന്റെ തിക്നെസ് ഗേജസിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദ നമ്പർ, ഗേജ് നമ്പർ വലുതാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അത് അത്രയും തിന്നർ ആണെന്നാണ്. ഓക്കെ, അപ്പൊ ഷീറ്റ് മെറ്റൽ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഗേജസിലാണ്. ഗ്രേറ്റർ ദ ഗേജ് നമ്പർ, തിന്നർ ദ ഷീറ്റ് മെറ്റൽ, ഷീറ്റ് ഓഫ് മെറ്റൽ. നമുക്ക് ഷീറ്റ് മെറ്റലിനെ പല ഷേപ്പിലേക്കും കട്ട് ചെയ്യാം, ബെൻഡ് ചെയ്യാം, അങ്ങനെ പല ഷേപ്പിലേക്കും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സിലബസിലെ സ്പെസിഫിക്കേഷൻ, എങ്ങനെ ഷീറ്റ് മെറ്റൽസിനെ സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഈ സ്പെസിഫിക്കേഷൻ നമ്മൾ ഒരു ഡ്രോയിങ്ങിനകത്ത് ഒരു സ്പെസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം ഇതിന്റെ ലെങ്ത് എന്താണ്, ഇതിന്റെ ബ്രെഡ്ത്ത് എന്താണ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ ഓഫ് ഷീറ്റ് മെറ്റൽസ്. ഷീറ്റ് മെറ്റൽസ് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റീൽ, ഫ്ലാറ്റ്, സ്ട്രിപ്പ്, അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽസിനെ സ്പെസിഫൈ ചെയ്യുക? എങ്ങനെ സ്പെസിഫൈ ചെയ്യും? ഓക്കെ, അപ്പൊ ഈ സ്പെസിഫിക്കേഷൻ അറിഞ്ഞാലേ നമുക്ക് ഒരു ഡ്രോയിങ്ങിലായാലും എല്ലാം നമുക്ക് അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റീൽ ഫ്ലാറ്റ് നോക്കാം. സ്റ്റീൽ ഫ്ലാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ. ഇത് എങ്ങനെ സ്പെസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 50 ISF 10 ഇങ്ങനെയാണ് സ്റ്റീൽ ഫ്ലാറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. അതില് നമ്മള് ഈ 50 ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ആയിരിക്കും. 50 വിഡ്ത്തും വിഡ്ത്ത് ആൻഡ് 10 എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ തിക്നെസ് ആയിരിക്കും. ഓക്കെ, അപ്പം 50 ISF 10 എന്ന് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് ഒരു സ്റ്റീൽ ഫ്ലാറ്റിന്റെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കണം. ISF കണ്ട സ്റ്റീൽ ഫ്ലാറ്റിന്റെ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ 50 എന്ന് ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ഇൻ MM ആയിരിക്കും. 10 ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിജിറ്റ്സ്, ഇപ്പൊ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ 50 ISF 10 ആണ്. ഇതിൽ ISFന്റെ ലെഫ്റ്റിലുള്ള ഡിജിറ്റ് 50 ആണ്. അതാണ് അതിന്റെ വിഡ്ത്ത് ഇൻ MM. ഇനി ISFന്റെ റൈറ്റ് സൈഡിലുള്ളത് 10 ആണ്. 10 mm ആണ്. 10 എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ഇൻ MM. അപ്പൊ നമ്മൾ സ്റ്റീൽ ഫ്ലാറ്റ്
വിഡ്ത്തിലും തിക്നെസ്സിലും മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, സ്പെസിഫൈ ചെയ്യത്തുള്ളൂ. വിഡ്ത്തിലും തിക്നെസ്സിലും മാത്രമേ സ്റ്റീൽ ഫ്ലാറ്റ് സ്പെസിഫൈ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാന്നേ ഉള്ളൂ. നമുക്ക് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അത്രയും നീളം വെച്ച് നമ്മൾ മുറിച്ചെടുക്കും. ഈ ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റ് നമുക്ക് ഒരു ടേബിൾ ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പം ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ വെയിറ്റ് ഓഫ് 50 IS of 10 മീറ്റർ. അപ്പം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഇത് വെയിറ്റ് ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന്റെ സഹായത്തോടെ വെയിറ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ എടുത്ത സ്പെസിഫിക്കേഷൻ 50 ISF 10 ആണ്. ഇതിൽ 50 ISF 10 50 വിഡ്ത്ത് ആണ്, വിഡ്ത്ത് ഇൻ MM ആണ്, 10 എന്ന് പറയുന്നത് തിക്നെസ് ഇൻ MM ആണ്. സ്റ്റീൽ ഫ്ലാറ്റിന്റെ ആണിത്. സ്റ്റീൽ ഫ്ലാറ്റിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പം ഇതിനകത്ത് എന്തില്ല, ലെങ്ത് ഇല്ല, വിഡ്ത്തും തിക്നെസ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. 50 വിഡ്ത്ത് MM 50, വിഡ്ത്തിൽ 50 നമ്മൾ നോട്ട് ചെയ്യുക. ഇപ്പൊ വിഡ്ത്തിൽ ഇതാണ് 50 നോട്ട് ചെയ്യുക. പിന്നെ തിക്നെസ്സിൽ 10 നോട്ട് ചെയ്യുക. ഇതിന് രണ്ടിന്നും ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. 50 എന്നൊരു ലൈൻ വരയ്ക്കുക, 10 നിന്നും വെർട്ടിക്കലായിട്ട് താഴോട്ട് ലൈൻ വരയ്ക്കുക. ഇത് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ വെയിറ്റ്. ഇവിടെ 3.14 ആണ് അതിന്റെ വെയിറ്റ്. 50 നിന്നും ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരയ്ക്കുക, 10 നിന്നും വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ വെയിറ്റ്. ഇവിടെ ഇപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.14 ആണ്. 1 മീറ്റർ സ്റ്റീൽ ഫ്ലാറ്റിന്റെ വെയിറ്റ് 3.14 ആണ്. ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 10 മീറ്റർ ആണ്. 10 മീറ്റർ ആകുമ്പോൾ 3.14 into 10 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ വെയിറ്റും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയിപ്പം 40 ISF 20 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 40യിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും, 20യിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ താഴോട്ട് വരയ്ക്കും. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ വെയിറ്റ്. ഇവിടെ വെയിറ്റ് 3.77 ആണ്. മനസ്സിലായല്ലോ. അങ്ങനെ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഷീറ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ സ്റ്റീൽ ഫ്ലാറ്റ് ആണ് പഠിച്ചത്. സ്റ്റീൽ ഫ്ലാറ്റ് എന്ന് പറയുമ്പം അതിൽ എന്ത് കാണത്തില്ല, അതിൽ ലെങ്ത് കാണത്തില്ല, വിഡ്ത്തും തിക്നെസ്സും മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഷീറ്റ് അങ്ങനെയല്ല. ഷീറ്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ലെങ്തും വിഡ്ത്തും തിക്നെസ്സും ഉപയോഗിച്ചിട്ടാണ് ഷീറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഷീറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഷീറ്റ് സ്പെസിഫൈ ചെയ്യുന്ന എക്സാമ്പിൾ ആണ് ISSH. 3200 into 600 into 1 എന്ന് ഒരു സ്പെസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ ആദ്യം കാണിക്കുന്നത് ലെങ്ത് ആയിരിക്കും. 3200 അതിന്റെ ലെങ്ത് ആയിരിക്കും. 3200 ലെങ്ത്, 600 അതിന്റെ വിഡ്ത്ത് ആയിരിക്കും. 1 അതിന്റെ തിക്നെസ് ആയിരിക്കും. എല്ലാം MM ലായിരിക്കും. 1 അതിന്റെ തിക്നെസ് ആയിരിക്കും. ഓൾ ആർ ഇൻ MM ലായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഷീറ്റിന്റെ സ്പെസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ISSH 3200 into 600 into 1 എന്ന് നിങ്ങൾ കാണുവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നു 3200 MM ആണ് അതിന്റെ ലെങ്ത്. 600 MM ആണ് അതിന്റെ വിഡ്ത്ത്. 1 MM ആണ് അതിന്റെ തിക്നെസ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു സ്റ്റീൽ ഷീറ്റാണ്, ഇതൊരു ഷീറ്റാണ്. ഇതിന്റെ ലെങ്തും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സ്റ്റീൽ ഫ്ലാറ്റില് നമ്മൾ എന്തെടുത്തില്ല, നമ്മൾ ലെങ്ത് എടുത്തില്ല, വിഡ്ത്തും തിക്നെസ്സും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഷീറ്റില് നമ്മൾ ലെങ്തും വിഡ്ത്തും തിക്നെസ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതൊരു എക്സാമ്പിൾ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദ സ്റ്റീൽ ഷീറ്റ് ഗിവൺ ബിലോ. ISSH 1800 into 1200 into 1.40. അപ്പൊ ഈ 1800 എന്താണ്? 1800 ലെങ്ത് ആണ്, ഇൻ MM ആണ്. 1200 എന്താണ്? 1200 വിഡ്ത്ത് ആണ്, വിഡ്ത്ത് ഇൻ MM ആണ്.
1.40 എന്ന എന്താണ്? തിക്നെസ് ആണ്. തിക്നെസ് ഇൻ എം എം ആണ്. തിക്നെസ് ഇൻ എം എം ആണ്. അപ്പൊ ഈ ഡാറ്റാസ് ഉപയോഗിച്ച് നമുക്ക് എന്റെ വെയിറ്റ് ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ 1600 ഇൻറ്റു എത്രയാണ്? 1600 ഇൻറ്റു 1800 ഇൻറ്റു 1200 ആണ്. 1800 ഇൻറ്റു 1200. അപ്പൊ 1800 ഇൻറ്റു 1200 അപ്പൊ ഇതാണ് ആ പോയിന്റ്. 1800 ഇൻറ്റു 600, ഇത് 1800 ഇൻറ്റു 750, ഇത് 1800 ഇൻറ്റു 900, ഇത് 1800 ഇൻറ്റു 950, 1800 ഇൻറ്റു 1700, 200 എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ്. 1800 ഇൻറ്റു 1200 എന്ന് പറയുമ്പോൾ ഇതാണ് ആ പോയിന്റ്. അപ്പൊ അതിന്റെ തിക്നെസ് എത്രയാണ്? നമ്മൾ നോട്ട് ചെയ്തത് തിക്നെസ് 1.40 ആണ്. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ, ഈ 1200 നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. 1.40 നിന്നും വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അപ്പൊ അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും അതിന്റെ വെയിറ്റ്. ഇവിടെ വെയിറ്റ് 23.7 ആണ്. 23.7 കണ്ടോ? 23.7 ആണ് അതിന്റെ വെയിറ്റ്. മനസ്സിലായല്ലോ? 1800 ഇൻറ്റു 600 ആയിരുന്നെങ്കിൽ ഏതായിരുന്നു? ഇപ്പൊ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ പറയാം. 1800 ഇൻറ്റു 600 ഇൻറ്റു 1.40 ആയിരുന്നെങ്കിൽ ഏതായിരിക്കും പോയിന്റ്? 1800 ഇൻറ്റു 600 എന്ന് പറയുമ്പോൾ ഇതാ പോയിന്റ്. അപ്പൊ 1.40 ഏതാണ്? ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. 1.40 നിന്നും വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അപ്പൊ അതിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ വെയിറ്റ്. ഇത് നമുക്ക് ടേബിൾ ഉണ്ടായാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ എക്സാമിന് ഈ ടേബിൾ തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് ചോദിക്കാനാണ് ചാൻസ്. അല്ല, ടേബിൾ ഇല്ലാതെ നമുക്ക് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു സ്റ്റീൽ ഷീറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കണം. ആദ്യം സ്റ്റീൽ ഷീറ്റ് ISSH ആണ്. ISSHല് ആദ്യം വരുന്നത് ലെങ്ത്, രണ്ടാമത് വരുന്നത് വിഡ്ത്ത്, മൂന്നാമത് വരുന്നത് തിക്നെസ്. ഇനിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ട്രിപ്സ്, സ്ട്രിപ്സ്. ഈ സ്ട്രിപ്സും ഫ്ലാറ്റ് പോലുള്ള ഒരു സാധനമാണ്. അത് നമ്മള് ലെങ്ത് വെച്ച് അത് സ്പെസിഫൈ ചെയ്തില്ല. ഫ്ലാറ്റ് പോലെ തന്നെ വിഡ്ത്തും തിക്നെസ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഷീറ്റ് പോലെ വലിയ പരന്നല്ല, അതുപോലെ ഇതേപോലുള്ള ചെറിയ സ്ട്രിപ്സ് ആയിരിക്കും. ഇത് നമ്മൾ നമ്മുടെ ആവശ്യത്തിലുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ച് സ്പെസിഫൈ ചെയ്യത്തില്ല? ലെങ്ത് വെച്ച് സ്പെസിഫൈ ചെയ്യത്തില്ല. സ്ട്രിപ്സും ഫ്ലാറ്റ് പോലുള്ള ഒരു സാധനം തന്നെ ആണ്. ഷീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിന്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ എന്തൊക്കെയാണ് ഇതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ, ഓരോ മെറ്റീരിയൽസിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ട്രിപ്സ് അത് സ്പെസിഫൈ ചെയ്യുന്നത് ISST 1050 ഇൻറ്റു 3.15 എന്നാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. കണ്ടു കഴിഞ്ഞാൽ 1050 അതിന്റെ വിഡ്ത്ത് ആയിരിക്കും. 3.15 എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആയിരിക്കും. മനസ്സിലായല്ലോ? 3.15 അതിന്റെ തിക്നെസ് ആയിരിക്കും. അപ്പം അതാണ് സ്ട്രിപ്സിന്റെ സ്പെസിഫിക്കേഷൻ. അപ്പൊ ISST ആണ് ഇവിടെ. ISST ആണ്, അത് മറന്നു പോയത്. ISST കഴിഞ്ഞ് ആദ്യം വരുന്നത് അതിന്റെ വിഡ്ത്ത് ആയിരിക്കും. വിഡ്ത്തിന് MM ആയിരിക്കും. രണ്ടാമത് വരുന്നത് അതിന്റെ തിക്നെസ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ അതിന്റെ വെയിറ്റും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് സ്പെസിഫിക്കേഷൻ എക്സാമ്പിൾ പറയാം. ISST 400 ഇൻറ്റു 500 ഇൻറ്റു 4. ISST 500 ഇൻറ്റു 4 എന്ന് പറയുന്നത്. അപ്പൊ ISST എന്ന് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? സ്ട്രിപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ISST എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ആണെന്ന് മനസ്സിലാക്കണം. 500 ഇൻറ്റു 4 ആണ്. 500 ആണ് വിഡ്ത്ത്. അപ്പൊ 500 എന്ന പോയിന്റ് സെലക്ട് ചെയ്യുക. 4 ആണ് അതിന്റെ തിക്നെസ്. 4 എന്ന പോയിന്റ് സെലക്ട് ചെയ്യുക.
500-ൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. 4-ൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 15.7. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് 15.7 പെർ മീറ്റർ ആണ്. ഒരു മീറ്ററിൽ 15.7 ആണ്. അപ്പൊ 2 മീറ്ററിൽ 30 അങ്ങനെ അത് കൂടി വരും. 31 പോയിന്റ്. ഒരു മീറ്ററിനാണ് 15.7. ഒരു മീറ്ററിന് 15.7 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് ഒരു മീറ്ററിന്. അപ്പൊ അതാണ് സ്ട്രിപ്സിന്റെ സ്പെസിഫിക്കേഷൻ. ഇനി അതുപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റ്. സ്റ്റീൽ പ്ലേറ്റ് നമ്മുടെ സ്റ്റീൽ ഷീറ്റ് പോലെ തന്നെയാണ്. അതിന്റെ തിക്നെസ് ഇവിടെ കൂടുതലാണ്. തിക്നെസ് 6.35 mm തിക്നെസ്സിൽ കൂടുതലുള്ള ഷീറ്റാണ്. 6.35 തിക്നെസ്സിൽ കൂടുതലുള്ള എല്ലാ ഷീറ്റും നമ്മൾ പ്ലേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, 6.35 mm തിക്നെസ്സിൽ കൂടുതലുള്ള എല്ലാ ഷീറ്റും പ്ലേറ്റ് ആയിരിക്കും. അപ്പൊ അത് സ്പെസിഫൈ ചെയ്യുന്നത് ISPL ആണ്. ISPL മറന്നുപോലെ ISPL 2200 × 950 × 8 എന്നാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക വേണം. ആദ്യം വരുന്നത് ലെങ്ത് ആണ്. ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ആണ്. ഇത് ലെങ്ത് ആയിരിക്കും. ഈ 950 വിഡ്ത്ത് ആയിരിക്കും. 8 എന്താണ് അതിന്റെ തിക്നെസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ISPL ആണ്. സ്റ്റീലിനെ നമ്മൾ ISPL എന്നാണ് വിളിക്കുന്നത്. സ്റ്റീലിന്റെ സ്പെസിഫിക്കേഷൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റ് ISPL ആണ്. ISPL ഒരു എക്സാമ്പിൾ ആണ്. ISPL 5600 × 1400 × 5. ഇതെന്താണ്? 5600 എന്താണ്? അതിന്റെ ലെങ്ത് ആണ്. 5600 അതിന്റെ ലെങ്ത് ആണ്. 1400 എന്താണ്? അതിന്റെ വിഡ്ത്ത് ആണ്. 1400 അതിന്റെ വിഡ്ത്ത് ആണ്. 5 എന്താണ്? അതിന്റെ തിക്നെസ് ആണ്. 5 എന്താണ്? അതിന്റെ തിക്നെസ് ആണ്. തിക്നെസ് ഇൻ mm. തിക്നെസ് ആണ്. ഇത് നമുക്ക് ഇതാണ് ഷീറ്റ്. ഷീറ്റിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. ഇതാണ് പ്ലേറ്റ്. പ്ലേറ്റിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. 6.35 mm കൂടുതലായിരിക്കും പ്ലേറ്റിന്റെ തിക്നെസ്. അതും നമുക്ക് ഇതുപോലെ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ വെയിറ്റ്. അപ്പൊ തിക്നെസ്സും വിഡ്ത്തും അറിയാമെങ്കിൽ അതിന്റെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.